ഇന്ന് ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ലൈവ് വരുന്നത് തന്നെ. എന്താണ് ആ പ്രത്യേക കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേൽ ലെബനോൺ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇസ്രായേൽ ലെബനോനെ ഇങ്ങനെ ബെക്ക വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ലെബനോനിലെ ഏറ്റവും അറിയപ്പെടുന്ന നഗരം ബെയ്റൂട്ടാണ്. പക്ഷെ ബെയ്റൂട്ടിനെ അവസാനത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പിന്നെയോ ഇസ്രായേൽ ഇപ്പോൾ ബെക്ക വാലി എന്ന് പറയുന്ന ലെബനോണിലെ ഒരു നഗരമുണ്ട്. ആ ബെക്ക വാലിയിൽ മുഴുവനുമുള്ള വീടുകളിലാണ് ഈ ആയുധങ്ങളും എല്ലാം ഇവന്മാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 നില വീടിനകത്ത് ഏറ്റവും താഴത്തെ നിലയിൽ ആളുകൾ താമസിക്കുകയും 2ാം നിലയിൽ മിസൈലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയും 3ാം നിലയിലാണ് ഇവന്മാർ എന്താ പറയുക തോക്കും മറ്റ് ആയുധങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബെക്ക വാലിയിൽ ഇസ്രായേൽ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പരിസര പ്രദേശങ്ങൾ മുഴുവനും. മനസ്സിലായോ? അപ്പോൾ ഇസ്രായേൽ അത് അടിച്ചു നിരപ്പാക്കുന്ന സമയത്ത് ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം നടന്ന മനോഹരമായൊരു സംഭവം തന്നെയായിരുന്നു. പെട്ടെന്ന് ലെബനോന്റെ റേഡിയോകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ ശബ്ദം മുഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്, ഷലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം വിചാരിച്ച് ഇപ്പൊ പൊട്ടിത്തെറിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് പലരും പേടിച്ച് റേഡിയോ ഇട്ട് കളഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയവരൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ശബ്ദം ഇപ്രകാരമാണ്. സകല റേഡിയോ, അതായത് സകല ലെബനോന്റെ റേഡിയോകളിലും ഇസ്രായേൽ ശബ്ദമാണ് മുഴങ്ങിയത്. ഇസ്രായേലിലെ ആർമിയാണ് സംസാരിച്ചത്. അവർ സംസാരിച്ച കാര്യം ഇപ്രകാരമാണ്. അതായത് ഇവിടെയുള്ള ലെബനോൺ നിവാസികളോടെല്ലാം ഞങ്ങൾ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർത്ത് കളയണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലുള്ള സാധാരണക്കാരായ സിവിലിയൻസുമായിട്ട് യാതൊരു തരത്തിലും യുദ്ധമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ ഭവനങ്ങൾ വിട്ട് ഇറങ്ങി ഓടിക്കൊള്ളുക. നിങ്ങൾക്ക് ഇത്രമാത്രം സമയമേ ഞങ്ങൾ അനുവദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ റേഡിയോകളിലും ഒരു സന്ദേശം ഇസ്രായേലിന്റെ ശബ്ദം മുഴങ്ങുകയായിരുന്നു. എന്നിട്ട് ഇസ്രായേൽ അവസാനം പറഞ്ഞൊരു വേർഡുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, സാവ ഹഗന ലെ ഇസ്രായേൽ എന്നാണ് പറഞ്ഞത്. സാവ ഹഗന ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സആൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആർമിയുടെ ഒരു പേരാണ്. സആൽ ഇസ്രായേലിന്റെ ആർമിയുടെ പേര് സആൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സാവ ഹഗന ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, പട്ടാളം. ഹഗന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ചുറ്റുമുള്ള അതിർത്തി രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന പട്ടാളം എന്നാണ് അതിന്റെ അർത്ഥം. സാവ ഹഗന ലെ ഇസ്രായേൽ എന്നാണ് ലെബനോനിന്റെ സകല പ്രദേശങ്ങളിലുമുള്ള റേഡിയോകളിലും ഒക്കെ ഇസ്രായേലിന്റെ ശബ്ദമാണ് ഇന്നലെ മുഴങ്ങിക്കേട്ടത്. ആളുകളെല്ലാം പേടിച്ച് വീടുകളിൽ നിന്നൊക്കെ റേഡിയോകൾ ഓണായിരുന്നവരെല്ലാം പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിച്ചിറങ്ങി ഓടിയതാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പൊട്ടിത്തെറിയൊന്നുമില്ല, പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരക്കണക്ക് ജനങ്ങളാണ് ലെബനോനിൽ നിന്നും ബക്ക വാലിയിൽ നിന്നും പലായനം ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്ക് ആളുകൾ പുറത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേല് വളരെ വ്യക്തമായി തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എവിടെയൊക്കെ കടന്നു കയറുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെയൊക്കെ റേഡിയോയ്ക്കകത്ത് അവൻ്റെ ആസ്ഥാനത്ത് വരെ ബോംബിട്ട് പൊട്ടിക്കാൻ ഇസ്രായേലിന് കഴിവുണ്ട്. ഇതുപോലും അറിയാതെ ഈ ചെറ്റകളെല്ലാം തന്നെ ഇസ്രായേലിനെ ചെറിയാനും മാന്താനും ഒക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോഴാണ് സത്യത്തിൽ ചിരിയും സന്തോഷവും ഒക്കെ വരുന്നത്. യാഹിയ സിൻവാറിന്റെ ശരീരം ഇസ്രായേൽ വിട്ടു കൊടുക്കില്ല, അത് വേറെ കാര്യം. ഇവന്മാര് അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അവന് എന്ത് ചെയ്യരുത്, അവന് കവർ പോലും കൊടുക്കരുത് എന്നുള്ളത് ഇസ്രായേലിന്റെ വാശിയാണ്. യാഹിയ സിൻവാർ ചത്തുമലഞ്ഞു എന്ന് പറഞ്ഞ് ഹമാസ് തന്നെ പുറത്തു വിടട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ കാത്തിരിക്കുക. എന്നാൽ യാഹിയ സിൻവാർ ചത്തുമലഞ്ഞിട്ടുണ്ട്. അവന്റെ ജഡം ഇസ്രായേലിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവന്റെ കവർ അടക്കുവാൻ ഇസ്രായേൽ കൊടുക്കൂല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും
വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലില് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷത്തിലല്ലാണ്ടിരിക്കുവോ? ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ഹായ്, ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ഹായ്, ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ഹായ്, ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ഹായ്. ഓ ദാവീൻ ഹായ്, ഓ ദാവീൻ ഹായ്, ഓ ദാവീനു ഓ ദാവീനു ഓ ദാവീനു ഹായ്, ഓ ദാവീനു ഹായ്, ഓ ദാവീനു ഹായ്, ഓ ദാവീനു ഓ ദാവീനു ഓ ദാവീനു ഹായ്. ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ഹായ്. ഞങ്ങൾ ഇസ്രായേൽ മക്കൾ ജീവിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. എന്തുകൊണ്ട് ജീവിക്കുന്നു? ഓ ദാവീനു ഹായ്. ഞങ്ങളുടെ പിതാവ് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവനോടുള്ളവരായിരിക്കുന്നു. ഞങ്ങളുടെ പിതാവ് ജീവനുള്ള ദൈവമായതുകൊണ്ട് ഞങ്ങളും ജീവനുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഈ പാട്ട്, അതിൻ്റെ വരികളാണ്. അപ്പോൾ ഇന്നത്തെ സന്തോഷ വാർത്ത എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ ലെബനോന്റെ എല്ലാ വീടുകളിലും റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് അവിടെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ, ലെബനോന്റെ എല്ലാ വീടുകളിൽ നിന്നും തന്നെ റേഡിയോകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ ശബ്ദം, ഒരു നിമിഷത്തേക്ക് പാട്ട് വെച്ചുകൊണ്ടിരുന്നവരും, ഒരു നിമിഷത്തേക്ക് റേഡിയോയിൽ വാർത്ത കേട്ടുകൊണ്ടിരുന്നവരും, ഒരു നിമിഷത്തേക്ക് റേഡിയോയിൽ എന്താ പറയുന്ന പരിസ്ഥിതിപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നവരുടെ എല്ലാം വാർത്തകളെല്ലാം തന്നെ ഒരു നിമിഷത്തേക്ക് നിലച്ചിട്ട് ഇസ്രായേലിന്റെ ആർമിയുടെ ശബ്ദം മുഴങ്ങി കേട്ടു, ഷലോം എന്ന് പറഞ്ഞുകൊണ്ട്. അതോടുകൂടി എല്ലാവരും എന്ത് ചെയ്തു, വീട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും കടകളിൽ നിന്നും ബാർബർ ഷാപ്പുകളിൽ നിന്നും എല്ലാം ഇറങ്ങി ഓടി. കാരണം ഇനി അടുത്ത ബോംബ് വല്ലതും പൊട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, പേടിക്കണ്ട, ബോംബൊന്നും പൊട്ടാൻ പോണില്ല ഇതിൽ നിന്ന്, പക്ഷേ ബോംബ് പൊട്ടിക്കും. ഞങ്ങൾ ബെക്ക വാലി മുഴുവനും ഞങ്ങൾ തകർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബെക്ക വാലിയിൽ മുഴുവനും കൊണ്ടുവന്നാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്, ആയുധങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ തകർക്കാനുള്ള സകല മിസൈലുകളും കൊണ്ടുവച്ചിരിക്കുന്ന ബെക്ക വാലിയിലെ ഭവനങ്ങളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭവനങ്ങൾ മുഴുവനും ബോംബിട്ട് തകർക്കാൻ പോവുകയാണ്. ജീവന് വേണ്ടവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഭവനങ്ങൾ വിട്ട് ഓടിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്, ഇത് പറഞ്ഞത്. എന്തുവാ, സാവ ഹഗന ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. അതാ ഞാൻ പറഞ്ഞത്, സാവ ഹഗന ലെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ആർമിയാണിത് പറയുന്നത്. അതുകൊണ്ട് കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ റേഡിയോ സംപ്രേഷണം കട്ട് ചെയ്തതും. അതോടുകൂടി പഴയതുപോലെ എല്ലാ റേഡിയോ സംപ്രേഷണങ്ങളും എന്ത് ചെയ്തു, പഴയതുപോലെ തന്നെ പാട്ടും അവരൊക്കെ കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ ഇസ്രായേൽ അതുപോലെ തന്നെ ആകാശത്തുകൂടി ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ടവർ പുറപ്പെടുക. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വാർത്ത എന്ന് പറയുന്നത് 1500 ആളുകൾ പലായനം ചെയ്യുകയാണ്. അവർ ബെക്ക വാലിയെ തകർക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് താഴോട്ട് പോവുകയാണ്. ബെയ്റൂട്ടിനെ ഇസ്രായേൽ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ബെയ്റൂട്ടിലാണ് ഏറ്റവും കൂടുതലും ഈ ലെബനോൺ നിവാസികളും ലെബനോൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഇരിക്കുന്നത്. അതുപോലെ